ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പരിശുദ്ധ നൊയമ്പിൻ്റെ 3-ാം ദിവസത്തിലേക്ക് നാം കടക്കുമ്പോൾ ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യമാണ്. എൻ്റെ പിതാവിൻ്റെ ആലയത്തെ വാണിഭശാലയാക്കരുതേ എന്ന് യേശു അവരോട് പറഞ്ഞു. യെരുശലേം ദേവാലയത്തോട് അടുത്തപ്പോൾ കണ്ടതായ കാഴ്ചകൾ യേശുവിൻ്റെ മനസ്സിനെ മുറിവേൽപ്പിച്ചു. ദൈവം വസിക്കുന്നതായ ആലയത്തെ ഒരു വാണിഭശാലയ്ക്ക് തുല്യമായി കണ്ടതുകൊണ്ടാകാം യേശു അവരോട് പറയുകയാണ്, നിങ്ങൾ ഇതിനെ ഇവിടെ നിന്നും കൊണ്ടുപോകുവീൻ. ഇതെൻ്റെ പിതാവിൻ്റെ ആലയമാകുന്നു. തൻ്റെ പിതാവിൻ്റെ ആലയത്തോടുള്ള എരിവ് അവിടെ കൂടി നിന്നവരോട് യേശു പ്രകടിപ്പിക്കുകയാണ്. ഇതെൻ്റെ പിതാവിൻ്റെ ആലയം വിശുദ്ധമാകയാൽ നിങ്ങളിതിനെ അശുദ്ധമാക്കരുതേ എന്ന് അവരോട് പറയാതെ പറയുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 14-ാം വാക്യം നാം ഇപ്രകാരം വായിക്കുന്നു: ദേവാലയത്തിൽ കാള, ആട്, പ്രാവ് എന്നിവയെ വിൽക്കുന്നവരെയും അവിടെ ഇരിക്കുന്ന പൊൻവാണിഭക്കാരെയും കണ്ടിട്ട് കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി ആടുമാടുകളോട് കൂടെ എല്ലാവരെയും ദൈവാലയത്തിൽ നിന്ന് പുറത്താക്കി. ഇവിടെ നാം ശ്രദ്ധിക്കുമ്പോൾ കാണുന്നതായ ഒരു പ്രത്യേകത, അവൻ വ്യാപാരം ചെയ്തുകൊണ്ടിരുന്ന വസ്തുക്കളെയും വ്യാപാരികളെയും ഒന്നുപോലെ ദൈവാലയത്തിൽ നിന്ന് പുറത്താക്കുന്ന നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മുഖപക്ഷം കൂടാതെ നടപടിയെടുക്കുന്ന നല്ലൊരു യേശുവിനെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. നാം സങ്കീർത്തന പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 122-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യത്തിൽ കൂടി ദാവീദ് ലോകത്തോട് വിളിച്ചു പറയുകയാണ്, യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ദാവീദിന് ആലയവുമായുള്ള ബന്ധം സന്തോഷം പകരുന്നതായിരുന്നു. സമാധാനം നഷ്ടപ്പെടുമ്പോൾ, പ്രതിസന്ധികൾ ഏറി വരുമ്പോൾ ഒക്കെയും ദാവീദ് ആലയത്തെ ശരണം ഭാവിക്കുന്നതായി വചനത്തിൽ കൂടി നമുക്ക് കാണുവാൻ സാധിക്കും. 84-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ കൂടി കോരഹപുത്രന്മാരും ലോകത്തോട് വിളിച്ചു പറയുകയാണ്, നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. ആലയത്തിനുള്ളിലേക്ക് നാമും കയറിക്കഴിയുമ്പോൾ ലോകവുമായുള്ള ബന്ധം മറക്കുവാൻ നമുക്ക് കഴിയണം. അവിടെ നാമും നമ്മുടെ ദൈവവുമായുള്ള സംസർഗത്തിന് 1-ാം സ്ഥാനം കൊടുക്കപ്പെടണം. അതുകൊണ്ടാണ് 84-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാം വാക്യത്തിൽ കൂടി കോരഹൂത്തന്മാർ പറയുന്നത്, നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. നമ്മുടെ ആരാധനാ ജീവിതത്തിൽ എന്നെങ്കിലും ഈ ചിന്തകൾ കടന്നു വന്നിട്ടുണ്ടോ എന്ന് നാം സ്വയം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കാം. വീണ്ടും കോരഹപുത്രന്മാർ വിളിച്ചു പറയുന്നു, എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ വാതിൽക്കൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം. എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം. നമുക്കെത്ര പേർക്ക് ഈ ഇഷ്ടത്തെ ഏറ്റെടുക്കുവാനായി കഴിയും? ഇങ്ങനെയുള്ളതായ വിശുദ്ധമായ ആലയം വാണിഭശാലയാക്കിയത് കണ്ടപ്പോൾ തൻ്റെ ആലയത്തോടുള്ള എരിവ് വെളിപ്പെടുത്തുകയാണ് കുറിവാക്യത്തിൽ കൂടി നാം കാണുന്നത്. ഈ നോമ്പിൻ്റെ കാലഘട്ടം ആലയത്തോട് നമുക്കുള്ള ദൂരത്തെ കുറയ്ക്കാം. ഉപവാസത്താലും പ്രാർത്ഥനയാലും ദൈവത്തിനായി നിലകൊള്ളുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് സർവേശ്വരൻ നമ്മെ ബലപ്പെടുത്തട്ടെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ നമുക്കടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, തന്ന നല്ല ധ്യാന ചിന്തകൾക്കായി നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു.
നിന്റെ ആലയത്തെ വിശുദ്ധിയോടെ കാണുവാൻ തക്കവണ്ണം നീ ഞങ്ങൾക്ക് സഹായം നൽകുമാറാകണമേ. ശുദ്ധ ആലയത്തിലേക്ക് ഞങ്ങൾ കടക്കുമ്പോൾ ഞങ്ങളുടെ ബന്ധം ഞങ്ങളുടെ ദൈവവുമായുള്ളതായിരിക്കാൻ തക്കവണ്ണം നീ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ വീഴ്ചകളെ നീ ക്ഷമിക്കണമേ. ഞങ്ങളുടെ കുറവുകളെ നീ ഓർക്കരുതേ. ഈ നൊയമ്പ് കൊണ്ട് ഞങ്ങളുടെ വീണുപോയ ഇടങ്ങളിലൊക്കെയും മടങ്ങി വരുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ ഇടവയ്ക്കായിട്ട് സ്തോത്രം. സർവ്വതും യേശുവിൻ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.